ഇത്രയും നന്നായിട്ട് എന്താ പറയണ്ടത്, മേയറും ഡെപ്യൂട്ടി മേയറും ഒരുമിച്ച് നിന്ന് പൊങ്കാല നടത്തണതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേത് അവരൊന്നും ആ ഭാഗത്തേക്ക് കാണാറില്ല. ഇപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞവരുടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഇലക്ഷൻ ചൂടിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്ത് അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാവും. കോർപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ എത്ര സീറ്റുകൾ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. യാതൊരുവിധ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ആർക്കും ഉണ്ടാകാതെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്വൈര്യതയും നൽകിക്കൊണ്ടുള്ള ഒരു പൊങ്കാലയാണ് ഈ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അത് ഭരണാധികാരികളുടെ ശുഷ്കാന്തിയും അവരുടെ സംയോജിതമായ ഇടപെടലുകളും കൊണ്ടാണ് സാധിച്ചത്. ഇതിനു മുമ്പ് ഈ പൊങ്കാല കോർപ്പറേഷൻ നടത്തുന്ന സന്ദർഭത്തിൽ പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. കൊറോണക്കാലത്ത് നടക്കാത്ത പൊങ്കാലയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ടായി, മാലിന്യ നിർമ്മാർജ്ജനത്തിനും മറ്റുമൊക്കെ ഉണ്ടായി, ശുചിയാക്കാൻ ലക്ഷങ്ങൾ ചെലവായി എന്നൊക്കെ പറഞ്ഞ് കള്ളക്കണക്കെഴുതി തട്ടിപ്പ് നടത്തിയ മുൻകാല അനുഭവങ്ങൾ പലതും കണ്ടുമടുത്ത് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്ര സ്വൈരമായി സമാധാനപരമായി ഒരു പൊങ്കാലയെ പങ്കെടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ആശ്വാസപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ദേവിയുടെ അടുത്ത്, ഞാൻ എന്നും ദേവിയുടെ അടുത്തല്ല എല്ലാ ദൈവങ്ങളുടെ അടുത്തും പറയാനുള്ളത്, എനിക്കെന്ത് നല്ലത് വേണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഞാൻ എല്ലാ കൊല്ലോടും കഴിഞ്ഞ 10-40 കൊല്ലമായിട്ട് നടന്നു. ഇപ്പോൾ BJP ഭരണം പിടിച്ചിട്ടുള്ള ആദ്യ പൊങ്കാലയാണ് കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ നോക്കിയാണ്? വളരെയധികം സന്തോഷം. ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിങ്ങനെ അതിങ്ങനെ പറന്ന് എല്ലാ സ്ഥലത്തും ഈ അസംബ്ലിയിൽ തന്നെ അതിൻ്റെ വ്യത്യാസം കാണാം. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നു ഇതിനു മുമ്പ്, പൊങ്കാലയ്ക്ക് മുമ്പ്. പിന്നെ നമ്മൾ കേരളത്തിൽ നടന്ന കുംഭമേള അട്ടിമറിക്കാൻ, അതുപോലെ തന്നെ BJP നടത്തുന്ന പൊങ്കാല ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ? പിന്നെ BJP എന്ന് പറഞ്ഞൊരു പൊങ്കാല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ പറഞ്ഞതായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലും അതിൻ്റെ ഒപ്പത്തും. അപ്പോൾ അതിനെന്താ നിങ്ങളായിരുന്നു പറയാത്തത്? അന്ന് ഞങ്ങളല്ലല്ലോ ഭരിച്ചിരുന്നത്. അല്ല, കോർപ്പറേഷൻ കിട്ടിയിട്ട് ആദ്യമായി നടത്തുമ്പോൾ അതിൻ്റെതായ വിമർശനങ്ങൾ വരുമല്ലോ. വരട്ടെ. പക്ഷേ ഇത്രയും നന്നായിട്ട് എന്താ പറയണ്ടത്, മേയറും ഡെപ്യൂട്ടി മേയറും ഒരുമിച്ച് നിന്ന് പൊങ്കാല നടത്തണതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേത് അവരൊന്നും ആ ഭാഗത്തേക്ക് കാണാറില്ല. ഇപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞവരുടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഇലക്ഷൻ ചൂടിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്ത് അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാവും. കോർപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ എത്ര സീറ്റുകൾ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഉള്ളത്. അതിലും എന്താ പറയേണ്ട ഒരു ധൈര്യമുണ്ട്, ഇറങ്ങുമ്പോൾ ആത്മധൈര്യമുണ്ട്. തീർച്ചയായിട്ടും BJPക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടിയിട്ടുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പോൾ ആ പൊങ്കാലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യാതൊരുവിധ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ആർക്കും ഉണ്ടാകാതെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്വൈര്യതയും നൽകിക്കൊണ്ടുള്ള ഒരു പൊങ്കാലയാണ് ഈ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അത് ഭരണാധികാരികളുടെ ശുഷ്കാന്തിയും അവരുടെ സംയോജിതമായ ഇടപെടലുകളും കൊണ്ടാണ് സാധിച്ചത്. ഇതിനു മുമ്പ് ഈ പൊങ്കാല കോർപ്പറേഷൻ നടത്തുന്ന സന്ദർഭത്തിൽ പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. കൊറോണക്കാലത്ത് നടക്കാത്ത പൊങ്കാലയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ടായി, മാലിന്യ നിർമ്മാർജ്ജനത്തിനും മറ്റുമൊക്കെ ഉണ്ടായി, ശുചിയാക്കാൻ ലക്ഷങ്ങൾ ചെലവായി എന്നൊക്കെ പറഞ്ഞ് കള്ളക്കണക്കെഴുതി തട്ടിപ്പ് നടത്തിയ മുൻകാല അനുഭവങ്ങൾ പലതും കണ്ടുമടുത്ത് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്ര സ്വൈരമായി സമാധാനപരമായി ഒരു പൊങ്കാലയെ പങ്കെടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ആശ്വാസപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പൊങ്കാല നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. എല്ലാവരും യോജിച്ച് ഒറ്റക്കെട്ടായിട്ട് നിർത്തി യാതൊരു വിധത്തിലുമുള്ള സ്വാർത്ഥ ലാഭങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഷേധാത്മകമായ സമീപനം ഒന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഈ പൊങ്കാല നടത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതിന് കാരണക്കാരായി നിന്ന കോർപ്പറേഷൻ അധികാരികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർക്ക് അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുകയാണ്.